അനൂപിൻ്റെ സിനിമയാണ്, ദീപൻ്റെ സിനിമയാണ്. അപ്പം സുരേഷ് ഗോപിയുണ്ട്. ഓഡിയോ ലോഞ്ച് എന്ന് പറയുന്നത് എറണാകുളത്തിന് സുപരിചിതമായ ഒരു ചടങ്ങാണ്. ഞാൻ കാത്തിരിക്കുന്നത് സിനിമയുടെ റിലീസാണ്. സിനിമാക്കാരെന്നും പറയും പോലെ ഈ അന്തിമ വിധി ദിനമായ വെള്ളിയാഴ്ചയിലേക്ക് സിനിമ എത്തട്ടെ, സിനിമയെ പ്രേക്ഷകർ തിരിച്ചറിയട്ടെ, സ്വീകരിക്കട്ടെ. അനൂപിൻ്റെ അഭിനയ ജീവിതവും ഒപ്പം എഴുത്തുകാരനെന്ന അനൂപിനെയും തിരക്കഥാകൃത്ത് മാത്രമല്ല ഗാനരചയിതാവായ അനൂപിനെയും നമ്മൾ അനുഭവിച്ചു, സ്വീകരിച്ചു. വിജയത്തിൻ്റെ പാതയിൽ തന്നെയാണ് അനൂപ്. ഇതും രേഖപ്പെടുത്താവുന്ന മറ്റൊരു വിജയത്തിൻ്റെ ചിത്രമായി മാറട്ടെ. ഓഡിയോ ലോഞ്ച് ആയതുകൊണ്ട് മലയാള സിനിമയിലെ സംഗീത സംവിധായകരുടെ വലിയ വംശത്തിന് ഇവിടെ സ്മരിക്കുന്നു. രവിയേട്ടനിലും ഈ സിനിമയുടെ സംഗീത സംവിധായകനുമിടയിൽ നമുക്കൊപ്പം ഉണ്ടായിരുന്ന ജോൺസണെയും മറ്റൊരുപാട് പേരെ ഈ സമയം സ്മരിക്കാൻ നമുക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിനെ കുറിച്ചും സംസാരിക്കാം. അനവധി പ്രതിഭാശാലികളായ സത്യസന്ധമായ സംഗീതത്തെ സമീപിച്ച എല്ലാവരെയും ഓർക്കാം. ഗാനങ്ങൾ പ്രേക്ഷക അല്ലെങ്കിൽ സഹൃദയ മനസ്സുകളിലേക്ക് സഞ്ചരിക്കട്ടെ. ഒപ്പം സിനിമ വലിയ വിജയമാവട്ടെ. അങ്ങനെയെങ്കിൽ തന്നെ ഇതിൻ്റെ ചക്രം മുന്നോട്ട് പോവുകയുള്ളൂ. ഈ സായാഹ്നത്തിലേക്ക് ക്ഷണിച്ചതിന് അനൂപനും ദീപനും മറ്റ് സുഹൃത്തുക്കൾക്കും നന്ദി. ഓം മൃദുലയെ പറ്റി കുട്ടേട്ടൻ പറഞ്ഞു, അതുകൊണ്ട് അധികം അതിനെക്കുറിച്ച് പറയാനില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലെജൻഡറി സോങ് ആണ്. ഓം മൃദുലെ എന്തുകൊണ്ട് ഈ സിനിമയിൽ വന്നു എന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഈ സിനിമയുടെ ക്ലൈമാക്സും സസ്പെൻസുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണ് ഓം മൃദുലെ. അല്ലാതെ ഒരു പാട്ടെടുത്ത് നമ്മൾ റീമിക്സ് ചെയ്ത് അതിൻ്റെ ഒരു ലെജൻഡറി സ്റ്റേറ്റസിനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നില്ല അതിൻ്റെ ഐഡിയ. ഓം മൃദുലെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന പോലെ എൻ്റെയും ഒരു വലിയ നൊസ്റ്റാൾജിയാണ്. ഞാനും ശങ്കറുമൊക്കെ ക്രൈസ്തവങ്ങളിൽ പഠിക്കുന്ന കാലത്ത് ആ കാലത്തെ വീഡിയോ കാസറ്റുകൾ സ്ഥിരമായിട്ട് ഈ ചിത്രഗീതം, പഴയ പാട്ടുകളുടെ ചിത്രഗീതം കാണുമ്പോൾ അതിൽ ഓഫ് റിപ്പീറ്റഡായിട്ട് നമ്മൾ കണ്ട ഒരു പാട്ടാണ് കൂടുതൽ. അന്നൊരു പക്ഷേ അന്നത്തെ സാങ്കേതികതയായിരിക്കാം എപ്പോഴും ഞങ്ങളുടെ തലമുറയ്ക്ക് തോന്നിയിട്ടുണ്ട് അന്നത് നന്നായിട്ട് പിക്ചറൈസ് ചെയ്യാൻ കഴിയാതെ പോയ ഒരു സോങ്ങാണ്. അപ്പൊ അതായിരുന്നു അതിന്റെ ചാലഞ്ച്. ആ ചാലഞ്ച് വേറൊരർത്ഥത്തിൽ വലിയൊരു ഭാരവുമായിരുന്നു. കാരണം എം.ജി. രാധാകൃഷ്ണൻ സാറിന്റെ മകൻ രാജാകൃഷ്ണൻ എന്റെയും ശങ്കറിനെയും ഒപ്പം പഠിച്ചതാണ്. ഞങ്ങൾ ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനൊരു മാസ്റ്ററിന്റെ വർക്ക് എടുത്ത് ചെയ്യുമ്പോൾ അദ്ദേഹത്തോടും ആ ഒരു വലിയ ചരിത്രത്തോടും നമ്മൾ നീതി പുലർത്തേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ശ്രീ എം ജയചന്ദ്രൻ രംഗത്തേക്ക് വരുന്നത്. കാരണം മലയാളത്തിൽ രവീന്ദ്രൻ സാറ് കഴിഞ്ഞാൽ ഇത്രയധികം മെലഡി ഹിറ്റുണ്ടാക്കിയിട്ടുള്ള മറ്റൊരു സംവിധായകനുണ്ടോ എന്ന് സംശയമാണ്. പിന്നെ ഈ സിനിമയിലേക്ക് ഓം മൃദുലെ കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്റെ കാര്യം പ്രത്യേകം പറയാം. കാരണം ഒരു പാട്ട് റീമാസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ വീണ്ടും എടുക്കുന്നത് പുതിയൊരു പാട്ടുണ്ടാക്കുന്നതിന്റെ 3 ഇരട്ടി സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ ലാഭം വരുന്നൊരു കാര്യമാണ്. അപ്പൊ അതില് സമ്മതിച്ച അരുണിനും സുദീപനും നന്ദി പറയുന്നു. ഒപ്പം ഈ ഡോൾഫിൻസ് എന്ന സിനിമ, ഇവിടെ പല വിശേഷണങ്ങളും ഡോൾഫിൻസിനെ കുറിച്ച് പറഞ്ഞു. എനിക്കറിയില്ല ഇതിൽ ഏത് വിശേഷണം ഇതിന് ചേരുമെന്ന്. ഞങ്ങളെല്ലാം ചേർന്ന് ഇതൊരു വലിയ ഗ്രൂപ്പ് എഫേർട്ടാണ്. ദീപനും അരുണും സുദീപും ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും, സുരേഷ് ഏട്ടൻ, ഇവിടെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സുരേഷ് ഏട്ടനെ. അദ്ദേഹം ദുബായിലാണ്. എനിക്ക് തോന്നുന്നു അത് എൻ്റെ ഒരു സ്വകാര്യമായ സ്വാർത്ഥതയോ ഒക്കെ വിളിക്കാം. എന്നാലും എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി ചെയ്ത ഏറ്റവും നല്ല കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കണം ഇതിലെ പനയമുട്ടം സുര. അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഈ സിനിമയിൽ 2 നായകന്മാരുണ്ടെന്നാണ് ഞാൻ
എപ്പോഴും പറയാറുള്ളത് അനൂപനും സുരേഷ് ഗോപിയല്ല, സുരേഷ് ഗോപിയും കൽപ്പനയുമാണ്. കൽപ്പനയാണ് ഇതിന്റെ സെക്കൻഡ് ഹീറോയിനും എല്ലാം. അതിന്റെ കാര്യങ്ങൾ കൽപ്പന ചേച്ചി എന്ന് പറയും. Anyway, thank you so much for coming, and I'm privileged to introduce Om Mridule for you. ഡോൾഫിൻസ് എന്നുള്ള സിനിമയുടെ സംഗീത സംവിധായകനായിട്ട് ഈ വേദിയിൽ ഈ നിമിഷത്തിലൂടെ നിൽക്കാൻ കഴിയുന്നതിന് എൻ്റെ പ്രൊഡ്യൂസേഴ്സ് അരുണിനോടും അതുപോലെ സുദീപിനോടും നന്ദി പറയുന്നു. എൻ്റെ ഡയറക്ടർ ശ്രീ ദീപനോടും നന്ദി പറയുന്നു. ഈ സിനിമയുടെ ഹൃദയമായ അനൂപിനോട് നന്ദി പറയുന്നു. 2 ഗാനങ്ങളാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഞാൻ കമ്പോസ് ചെയ്ത ഗാനത്തെക്കാൾ കൂടുതൽ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് മാർക്ക് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സിനിമയുടെ സംഗീതം ദ ലെജൻഡറി മ്യൂസിക് കമ്പോസർ MG രാജേന്ദ്രൻ ചേട്ടനുള്ള നമ്മുടെ ഒരു ട്രിബ്യൂട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഓം മൃദുലേ എന്നുള്ള ദ ഗ്രേറ്റ് മെലഡി ഒരിക്കൽ കൂടി ഈ സിനിമയിലൂടെ നമ്മുടെ അടുത്ത് ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് അനൂപ് മേനോനോട് കുറച്ചു കാലമായിട്ട് പെരുത്ത അസൂയാണ്. 2 മാസം കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതി സൂപ്പർ ഹിറ്റ് ആക്കുന്ന ആളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ ആദ്യം ഈ അസൂയ എന്ന വികാരം അനൂപിന് നേർക്ക് അനുഭവിച്ചു കൊണ്ടിരുന്നു. ഇപ്പൊ എനിക്കൊരു സമാധാനമുണ്ട്. അനൂപ് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഡോൾഫിൻ ബാറിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. ഞാൻ സുരേഷ് ഗോപിയെ വെച്ച് എഴുതിയിട്ടുള്ള എല്ലാ സിനിമകളും ലൊക്കേഷനുകളിൽ വെച്ചിട്ടാണ് സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുള്ളത്. ഇതൊരു സുരേഷ് ഗോപി ചിത്രമാണ്. ലൊക്കേഷനിൽ വെച്ച് എഴുതിയ ഈ സിനിമ വലിയ വിജയമാവട്ടെ. ഇതിന്റെ സംഗീതം അനുവാചക ഹൃദയങ്ങളിൽ ഇടം പിടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന്റെ സംവിധായകൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. ഞാനും ഷാജിയും ഒരുമിച്ച് ധാരാളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഷാജിയുടെ പ്രിയപ്പെട്ട സഹസംവിധായകനായിരുന്നു. ദീപന്, അനൂപിന്, സുരേഷ് ഗോപിക്ക്, ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് എറണാകുളം നഗരത്തിലേക്ക് തിരിച്ചു വന്നത്. ഇങ്ങനൊരു ഫംഗ്ഷന് വേണ്ടി അതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം അനൂപ് ചോദിച്ചു വന്ന് കയറിയിട്ട് എന്താണ് നീ ഇരിക്കാത്തത്. ഞാൻ കുറച്ച് മാറി നിന്നിട്ട് ഇതിന്റെ വിഷ്വൽസ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ടീസറിനും സോങ് പിക്ചറൈസേഷനും ഒക്കെ മുമ്പ് ഇതിന്റെ ബാക്ക്ഡ്രോപ്പിൽ ഇതിന്റെ ഷൂട്ടിംഗ് ഫുട്ടേജ്, ബിഹൈൻഡ് ദ സീൻസ് ക്ലിപ്സ് ഇങ്ങനെ ലൂപ്പ് ചെയ്ത് റൺ ചെയ്യുന്നുണ്ടായിരുന്നു. നിൽക്കുന്നത് എറണാകുളത്താണെങ്കിലും ഒരു വലിയ തിരമാല പോലെ തിരുവനന്തപുരം നഗരം അതിന്റെ എല്ലാ ചാരുതയോടും കൂടി സ്ക്രീനുകളിൽ വന്നത് വളരെയധികം സന്തോഷമുണ്ടാക്കി. ഇതിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ഭാഷ, അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ പറയുന്ന കഥ, നടക്കുന്ന കഥയുടെ പ്രമേയം എന്ന് പറയുന്നത് ആ നഗരത്തിലാവുന്നത് എനിക്ക് വളരെയധികം പേഴ്സണലി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇന്ന് ഈ വേദി ഒരു സംഗീത സായാഹ്നം എന്നുള്ളതിലുപരി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എഴുതി നമ്മളെല്ലാവരും നെഞ്ചോടേറ്റിയ സിനിമകളുടെ തിരക്കഥാ പ്രകാശനം നടന്ന വേദിയാണ്. അത് പ്രകാശനം ചെയ്തത് ഞങ്ങളൊക്കെ വളരെയധികം റോൾ മോഡൽസ് ആയിട്ട് കണ്ട 2 സിംഹപ്രഭാവന്മാർ, ശ്രീ രഞ്ജിത്ത് പണിക്കർ. അവരുടെ ഇടയിൽ എൻ്റെ സുഹൃത്ത് വന്നപ്പോൾ എനിക്ക് പേഴ്സണലി വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ്. നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഈ അനുമോദനത്തിന്റെ ഈ സായാഹ്നം ഇന്ന് തുലാവർഷം തുടങ്ങി. ആ അനുമോദനത്തിന്റെ തുലാവർഷം തുടരട്ടെ എന്ന് ഹൃദയം കൊണ്ട് അനുമോദിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട്